ജോണേട്ടാ, വലിയൊരു വിഷയം കത്തുകയാണ്. അർജുൻ്റെ ലോറി 10 ദിവസമായി പുഴയ്ക്കടിയിലാണ്. പുഴയ്ക്കടിയിലുള്ള ലോറി കരയിലുണ്ടെന്ന് പറഞ്ഞ് ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിലൊരാളാണ് രഞ്ജിത്ത് ഇസ്രായേൽ. മനാഫ് എന്ന് പറഞ്ഞ ആൾ പറയുന്നു എന്നെ കർണാടക പോലീസ് കൊണ്ടുപോയി അടിച്ചു. മനാഫ് പറയുന്ന വേറൊരു കാര്യം, ലോറി ഓണായി എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ അയാൾ അതെല്ലാം നിഷേധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അർജുൻ്റെ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഷിരൂരിൽ നിന്ന് മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ മാത്രമേ അറിയാവൂ. മാധ്യമങ്ങളാണെങ്കിൽ പറയുന്നത് ഇവിടെ അനാസ്ഥ, വലിയ രീതിയിലുള്ള അനാസ്ഥ നടക്കുകയാണ്, അതിൻ്റെ പിന്നിൽ നമ്മുടെ അരുൺകുമാർ കുഴിയെടുക്കുന്നു, കുഴിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ പടച്ചുവിടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ്റെ മാതാപിതാക്കളുടെ വായിൽ നിന്നും വീഴാൻ പാടില്ലാത്തൊരു വാക്ക് വീണു എന്ന് പറഞ്ഞ് സൈബർ ആക്രമണം അവരിപ്പോൾ നേരിടുകയാണ്. അവർ പറഞ്ഞത് പട്ടാളത്തെക്കുറിച്ചാണ്, സൈന്യത്തെക്കുറിച്ചാണ്. എന്താണ് അവർ പറഞ്ഞത്? ആ സൈന്യത്തെക്കുറിച്ച് അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ പറയുന്നത് പോലെ അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ? അവർ പറയുന്നത് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്നാണ് അവരിപ്പോൾ പറയുന്നത്. എങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്? അവരങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല. അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അത് എഡിറ്റ് ചെയ്തതാണ്. തൊട്ടടുത്തിരുന്ന് ഒരു സ്ത്രീ അർജുന്റെ മാതാവിന്റെ ചെവിയിലേക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ആണോ? അതവരെ ബന്ധുവാണ്. അപ്പൊ അവരൊരു മാധ്യമ പ്രവർത്തകയാണെന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന ഒരു, അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം? അവർ പറയുന്നത് അങ്ങനെയല്ല, അവരെന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇതേ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അല്ല, അവര് പറയുന്നതനുസരിച്ച് ഇത് അവരുടെ ചുണ്ടിൽ ഡബ് ചെയ്ത് കയറ്റിയതാണോ? അതേ അവരുടെ എന്താണ് അവർ പറയുന്ന ആ ഭാഗം മുഴുവൻ കേൾക്കാതെ ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പ്രചരിപ്പിക്കുന്നു. പട്ടാളത്തെക്കുറിച്ച് അവരെന്താണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. എനിക്കത് അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. അവർ പട്ടാളത്തെക്കുറിച്ച് പറയുന്നത് സൈന്യത്തെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ പറയണ്ട. അതെ അതെ അതെ, നമ്മൾ അങ്ങനെ ഒരു ചർച്ചയ്ക്കിടയിൽ നമുക്കതിനെ സൈന്യത്തെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നത് ശരിയല്ല. സൈന്യത്തിന്റെ സൈന്യം ചെയ്യുന്ന പണിയൊന്നും ഇവിടെ സൈന്യം വന്നതിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ദിശാബോധം ഉണ്ടായത്. അല്ല, സൈന്യം എപ്പോഴാണ് വന്നത്? അഞ്ചാമത്തെ ദിവസം. അതുവരെ സൈന്യത്തെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. സൈന്യത്തെ വിളിക്കേണ്ടത് ആരാണ്? ഒന്നുകിൽ കേരള സർക്കാർ വിളിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കർണാടക സർക്കാർ വിളിക്കണം. എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ രഞ്ജിത്ത് ഇസ്രായേലിനെയും മറ്റുമുള്ള ആൾക്കാർ അവിടെ ചെന്ന് എനിക്ക് ഡ്രില്ലിംഗ് മെഷീൻ തരൂ, അത് തരൂ, ഇത് തരൂ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ വഴിതെറ്റിച്ചു വിട്ടു. അവസാനം അവിടെ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ ആ പുഴയിൽ ഇയാളുടെ ലോറി, അർജുന്റെ ലോറി ആ മണ്ണിനടിയിൽ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഇനി സൈന്യം വരട്ടെ എന്ന് പറഞ്ഞത്. എത്ര നിരുത്തരവാദപരമാണ്. അപ്പൊ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും, ഇത്രയൊക്കെ വാർത്തകൾ അവരുടെ കാതിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് എന്താണ്, ഒന്ന് മാറി ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സൈന്യം വരുന്നില്ല, ഞങ്ങളുടെ സർക്കാർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നവർ ചിന്തിക്കില്ലേ? അതെ, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തിയ ഒരാളാണ് അർജുൻ, അവരുടെ മകൻ. അപ്പോൾ 2.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പം അയാൾ പിന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ അയാളുടെ ലോറി പുഴയിലേക്ക് പോകുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അയാളെ കണ്ടു കിട്ടുന്നിടം വരെയുള്ള ഒരു മനോവിഷമം, ആ കുടുംബത്തിൻ്റെ വിഷമമുണ്ട്. പുറമേ അവർ പ്രകടിപ്പിക്കുന്നുണ്ടാകത്തില്ലെങ്കിൽ പോലും അവരുടെ വിഷമമുണ്ട്. അപ്പോൾ ധനുഷ് നേരത്തെ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ മനാഫ് പറയുന്നത് കേട്ടിട്ടാണ് അവർ ഈ വിവരങ്ങൾ അറിയുന്നത്. എല്ലാ വിവരങ്ങളും പോലീസ് അവരുമായിട്ട് ഷെയർ ചെയ്യണമെന്നില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അത് ശരിയല്ലല്ലോ. അപ്പോൾ അവരുടെ ആ വേദന മുഴുവൻ, അത് നമ്മൾ ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സൈബർ അറ്റാക്ക് ഈ സമയത്ത് അവർക്കെതിരെ നടത്താൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും അത് പാടില്ല. കാരണം ഒരു അമ്മയാണ്, ഒരു സഹോദരിയുണ്ട്. നീചമായ രീതിയിലാണ് അർജുന്റെ സഹോദരി പുട്ടി അടിച്ചു കൊണ്ടുവന്നെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും സൈബർ അറ്റാക്കിൽ. അതൊക്കെ ഇത്തരം വേദനകൾ അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളാണ്. അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്തും പറയാം. അവരനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന സൈബർ ആക്രമികളുടെ ടിപ്പിക്കൽ. അതായത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടല്ലോ, അവർ അത്രയും ബോൾഡാണ്. അവർക്ക് അതിനെ പുറമേ അവർക്ക് അങ്ങനെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ മനസ്സിലാർക്കും കയറി നോക്കാനുള്ള കഴിവില്ല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ചാനലുകളുടെ മുമ്പിൽ വരാവൂ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാം. ഈ മാധ്യമങ്ങളെ അവർ
എപ്പോഴും കാണുക എന്ന് പറയുന്നത് തന്നെ അവരെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതെ, പിന്നെ ഇത് ചെല്ലുകയല്ലേ, മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ആണ്, റേറ്റിംഗ് അത് ചെല്ലുകയല്ലേ. ഞാനൊരു കണ്ടത് ആദ്യത്തെ രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നു, അതിനുശേഷം അവരൊരു സെറ്റിയിലിരിക്കുന്ന ഈ അമ്മ, അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ആദ്യം ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു, പിന്നെ സഹോദരിയുടെ അടുത്ത് ചെല്ലുന്നു, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ ഈ മൈക്കുമായിട്ട് അമ്മയുടെ അടുത്തേക്ക്, ഇനി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഒരു നമുക്ക് ഒരു പ്രശ്നം നടന്ന, അല്ലെങ്കിൽ അവരത്രയും വേദന അനുഭവിക്കുന്ന ആളുകളാണ്. ഒന്നോ രണ്ടോ ആളുകളെടുത്ത് ചോദിച്ചിട്ട് അതുമായി തിരികെ പോവാം. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ. അതുകൊണ്ടാണ് ഇവർക്ക് ഈ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത്. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല, അവരുടെ ഒരു വിഷമമുണ്ട്. ആ വിഷമം എങ്ങനെ നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് അത്തരം ശരിയായിട്ട് വന്നില്ല, മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതെ, അപ്പോൾ അതിനിപ്പോൾ ട്രെയിനിങ് ഒന്നും നമുക്ക് കൊടുക്കാൻ, നിങ്ങൾ ഇങ്ങനെ പറയാവൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവൂ. അല്ല, ഇതിൽ പ്രധാനപ്പെട്ട സൈബർ ആക്രമികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീ, അവരാണ് ഇതിന് മുഴുവൻ കാരണക്കാരി. അവരൊരു മാധ്യമ പ്രവർത്തകയാണെന്നാണ്. എന്താ അവരുടെ പേര് അറിയാമോ? ഷീല എന്ന മറ്റാണ് അവരുടെ പേര്. ആരാണ് അവർ? ഇവരുടെ ബന്ധുവാണ്. അവരെന്താണ് അർജുന്റെ അമ്മയുടെ കാതിൽ ഓതിക്കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. സൈബർ ആക്രമണത്തിന് ഇവരെ വിട്ടുകൊടുത്ത ശേഷം മാധ്യമങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവരെന്തോ ചെവിയിൽ പറഞ്ഞു, അതിനുശേഷമാണ് ഇവർ പറഞ്ഞതെന്നാണ് ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അവർ അങ്ങനെ പറഞ്ഞു. ഇവർക്ക് കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ ദിവസം ഇവിടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നികേഷ് കുമാർ, നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം അവിടെ നിന്ന് വിളിക്കുന്ന യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന മലയാളികളായിട്ടുള്ള, വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു റോക്കറ്റോ ബോംബോ ദേഹത്ത് വന്ന് വീഴ്ന്ന് ശരീരം ചിന്നിച്ചിതറുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ, ഭയചകിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾ റിപ്പോർട്ടർ ചാനലിലേക്ക് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തപ്പോൾ നികേഷ് കുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, വിഷമിക്കാതിരിക്കും, നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം വിളിച്ചാൽ മാത്രമാണ് റഷ്യയിലെ പ്രസിഡന്റ് ഫോൺ എടുക്കുന്നത്, വേറെ ആര് വിളിച്ചാലും എടുക്കില്ല. അദ്ദേഹം ഒരു CPM കാരനാണെന്ന് ആലോചിക്കണം. ആ സമയത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു കോമൺ സെൻസ് ഉണ്ട്. ആ ഒരു കോമൺ സെൻസ് പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരെ കൊണ്ട് സൈന്യത്തെ കുറ്റം പറയിപ്പിക്കാനുള്ള പല രീതികളും അവലംബിച്ചു എന്ന് വേണം ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ. അങ്ങനെയല്ലേ? അതെ, ഇവരെ കൊണ്ട്, അതായത് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടണം, അപ്പം നമുക്ക് ഒരു ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവർ വിഷമിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് അവരെ മനോനിലയൊക്കെ മാറിപ്പോയി കാണുമെന്ന്. ഇത്രയും ദിവസമായില്ലേ, ഈ ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുക, ഈ ധനുഷ് പറഞ്ഞ പോലെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവരെ ആശ്വസിപ്പിക്കുക, ചേർത്ത് നിർത്തുക. അതിനപ്പുറം ഈ മൈക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഓരോന്ന് കുത്തി ചോദിക്കുക. അപ്പോൾ അവർക്ക് അവരുടെ മനോനില നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്തും പറഞ്ഞു പോകും. പണ്ട് VS പോലും, നമ്മൾ എനിക്കൊന്ന് ശ്യാമൻ ധനുഷും കൂടി ഒരു ചർച്ചയിൽ പറഞ്ഞാന്ന് തോന്നുന്നു, VS പോലും ഉണ്ണികൃഷ്ണൻ മരിച്ച സമയത്ത് VS കാണാൻ ചെല്ലുന്നു, ഉണ്ണികൃഷ്ണൻ്റെ പിതാവ് അത് അനുവദിക്കുന്നില്ല. അപ്പോൾ VS പോലും പൊട്ടിത്തെറിച്ചുകൊണ്ട് പട്ടാളക്കാരനായതുകൊണ്ടാണ് വന്നത്, അല്ലെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ചില സമയത്ത്, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് അത്രയും ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ആ സമയത്ത് എന്താണ് അവർ പറയുന്നത്, എന്താണ് പറയാൻ പാടില്ലാത്തതിനെ കുറിച്ച് അവർക്ക് വ്യക്തതയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോഴാണ് ഈ ചെന്നിട്ട് ഈ മൈക്കുമായിട്ട് കുത്തി ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ സൈബർ അറ്റാക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരുടെ ലക്ഷ്യം ഈ അർജുൻ്റെ അമ്മയൊന്നും ആയിരിക്കണമെന്നില്ല. അവർ മറ്റ് ലക്ഷ്യങ്ങൾ വെച്ച് ഇരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ സൈന്യത്തിനെ കുറ്റം പറയുക, അപ്പോൾ അവർക്കതൊരാവശ്യമാണ്. സൈന്യത്തെ കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെങ്ങോട്ട് ചെന്ന് തരും, കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ചെന്ന് ചേരും. അല്ലെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഈ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല, ഇവർക്ക് ദുരന്തമുഖത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല, നമുക്ക് മാത്രമേ അറിയാവൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റുക. ഇങ്ങനെ ഓരോ അജണ്ട സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ ഇതിനെക്കുറിച്ച് കഥയറിയാത്ത കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ പോയി കാണുന്ന സൈന്യത്തെ വിളിക്കണമെങ്കിൽ സർക്കാരുകൾ തന്നെ അതിന്റെ പ്രൊസീജിയറിനെ പ്രൊസീജിയറിൽ മാത്രമേ സൈന്യത്തിൽ വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ സൈന്യം വരികയുള്ളൂ. അത് പറഞ്ഞു കൊടുക്കണം. അവർ പറഞ്ഞു കൊടുത്തിട്ട് സൈന്യം വന്ന ശേഷമാണ് സൈന്യത്തിന് മാത്രമാണ് ആ ലോറി കണ്ടെത്താൻ സാധിച്ചത്. ആ ലോറി സൈന്യം വന്ന് ഇത്ര ദിവസത്തിനകം അത് കണ്ടെത്തി. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ആണ് ഉണ്ടായിരിക്കുന്നത്, വിഷമിക്കാതിരിക്കൂ എന്ന് പറയേണ്ടതിന് പകരം സൈന്യത്തെ കുറ്റം പറയുക എന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാരാണ് അവിടെ കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനം, അതായത് സൈന്യം എന്ന് പറയുന്നത് നോക്കുക, നമ്മൾ കാശ്മീർ, ലഡാക്കിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ ചെങ്കുത്തായ മലനിരകൾ, ഈ വെള്ളം ഒഴുകി വരുന്ന നിരന്തരം വരുന്ന സ്ഥലങ്ങളിൽ പോയി രക്ഷാദൗത്യം ഏർപ്പെടുന്ന ആളുകളാണ് സൈന്യം. നമ്മൾ വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഒരു
ഉത്തരാഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയിടുക്കുകൾക്കിടയിൽ പ്രളയവും വലിയ വലിയ മലയിടിച്ചിലും ഉണ്ടാകുമ്പോൾ സൈന്യം അവിടെ നടത്തുന്ന പരിപാടികൾ കാണുന്നു, എയർ ലിഫ്റ്റിംഗും കാര്യങ്ങളും ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർ പരിചയസമ്പന്നരാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി മണ്ണ് മാന്തി എടുക്കുന്ന പരിപാടിയായിട്ടല്ല അവർക്ക് കൃത്യമായി അറിയാം. ആ സൈന്യം അവിടെ വന്ന ആൾക്കാർ തന്നെ സൈന്യത്തിന് അവിടെ രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ. അവസാനം ചെയ്തിട്ട് യാതൊരുവിധ ഗതിയും ഇല്ല എന്ന് കാണുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി, വണ്ടി ഇതിനകത്ത് കാണുമെന്നൊക്കെ പറയുന്നു, ചെയ്തിട്ട് യാതൊരുവിധ ഗതിയും ഇല്ല എന്ന് കാണുമ്പോൾ അവസാനം സൈന്യം വരുമ്പോൾ എല്ലാം കൂടെ സൈന്യത്തിന്റെ തലയെടുത്ത് വെച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടും സൈന്യത്തിനെ അവർ ടാർഗറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ആ പണി നിങ്ങളുടെ 8 മടക്കി പോക്കറ്റിന്റെ മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.